നമസ്കാരം. നാഷണൽ ഹെറാൾഡ് കേസിൽ ഇഡിക്ക് തിരിച്ചടി. സോണിയയ്ക്കും രാഹുലിനും നോട്ടീസ് അയക്കാൻ വിസമ്മതിച്ച് കോടതി. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുമായി കൂടിക്കാഴ്ച നടത്തി രാഹുൽ ഗാന്ധി. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഭീകരാക്രമണത്തിൽ പരിക്കേറ്റവരെയും അദ്ദേഹം സന്ദർശിച്ചു. സംസ്ഥാനത്ത് IT പാർക്കുകളിൽ മദ്യം വിൽക്കാൻ അനുമതി നൽകിക്കൊണ്ട് സർക്കാർ ഉത്തരവായി. പ്രവർത്തന സമയം ഉച്ചയ്ക്ക് 12 മണി മുതൽ രാത്രി 12 മണി വരെയാണ്. പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരർക്കായി തെരച്ചിൽ നടപടികൾ ഊർജിതമാക്കി സൈന്യം. ഭീകരർ പീർപഞ്ചിൽ ഒളിച്ചിരിക്കുന്നതായാണ് വിവരം. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ ആരോഗ്യമന്ത്രി അറിയാതെ കാത്ത് ലാബ് ഉദ്ഘാടനം നടത്തിയതിൽ അന്വേഷണം പ്രഖ്യാപിച്ച് ആരോഗ്യവകുപ്പ്. രാഹുൽ ഗാന്ധിക്ക് താക്കീത് നൽകി സുപ്രീം കോടതി. സവർക്കർക്കെതിരായ പരാമർശം ഉത്തരവാദിത്തമില്ലാത്തത്. സ്വതന്ത്ര സമര സേനാനികളെ അപമാനിക്കരുത്, തുടർന്നാൽ കേസെടുക്കുമെന്ന് കോടതി വ്യക്തമാക്കി. ഷിംല കരാർ ഒപ്പുവെച്ച മേശപ്പുറത്ത് നിന്ന് പാക് പതാക നീക്കി. കരാർ മരവിപ്പിക്കുമെന്ന പാക് പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് നടപടി. ചരിത്ര സ്മാരകമായ മേശ ഹിമാചൽ രാജ്ഭവനിലാണ്. CPI പൊതുസമ്മേളനത്തിൽ ക്ഷണിച്ചില്ല. അതൃപ്തി പരസ്യമാക്കി കാനം രാജേന്ദ്രൻ്റെ മകൻ സന്ദീപ് രാജേന്ദ്രൻ. സമ്മേളനത്തിൽ അന്തരിച്ച നേതാക്കളെ അനുസ്മരിച്ചിരുന്നു. ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ ഭരണം പിടിച്ച് BJP. മേയർക്കായി തെരഞ്ഞെടുക്കപ്പെട്ട് സർദാർ രാജ് ഇക്ബാൽ സിംഗ്. പഹൽഗാം ഭീകരാക്രമണം ഓരോ സംസ്ഥാനങ്ങളിലെയും പാകിസ്ഥാൻ പൗരന്മാരെ കണ്ടെത്തി മടക്കി അയക്കണം. മുഖ്യമന്ത്രിമാർക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശം. പാകിസ്ഥാനിലേക്ക് ജലം ഒഴുകുന്നത് തടയും. സിന്ധു നദീജല കരാർ മരവിപ്പിക്കുന്നത് ലോകബാങ്കിനെ അറിയിക്കും. അമിത്ഷാ വിളിച്ച യോഗത്തിൽ തീരുമാനം. കേരളത്തിലുള്ള 102 പാകിസ്ഥാൻ പൗരന്മാർ ഉടൻ രാജ്യം വിടണം. നിർദ്ദേശം അറിയിച്ച് വിദേശകാര്യ മന്ത്രാലയം. എനിക്ക് മുണ്ടുടുക്കാനും അറിയാം, വേണ്ടി വന്നാൽ മടക്കിക്കുത്താനും അറിയാം, മലയാളം സംസാരിക്കാനും അറിയാമെന്ന് മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും മറുപടിയായി രാജീവ് ചന്ദ്രശേഖർ. ബലോചിസ്ഥാനിൽ ബോംബ് സ്ഫോടനം. 7 പാക് സൈനികർ കൊല്ലപ്പെട്ടു. BSF ജവാനെ ഉടൻ വിട്ടയക്കണം, അല്ലെങ്കിൽ കടുത്ത പ്രഹരമുണ്ടാകുമെന്ന് പാകിസ്ഥാന് ഇന്ത്യയുടെ മുന്നറിയിപ്പ്. വർഗീയതയ്ക്കും ഭീകരതയ്ക്കും മതമില്ല. പഹൽഗാം ആക്രമണത്തിൽ CPM പ്രചാരണ ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്ന് MP ഗോവിന്ദൻ. തൃശൂർ പൂരം മെയ് 6-ന്. തൃശൂർ താലൂക്കിൽ പ്രാദേശിക അവധി. കനത്ത മഴയും മണ്ണിടിച്ചിലും. അരുണാചലിൽ മലയാളികൾ ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാരികൾ കുടുങ്ങി. പ്രദേശത്ത് വൈദ്യുതിയും ഇന്റർനെറ്റുമില്ല. DCC ഓഫീസ് ഉദ്ഘാടനം വിവാദത്തിൽ പ്രതികരിച്ച് K സുധാകരൻ. ഇനി മുതൽ സ്റ്റേജിൽ ആര് ഇരിക്കണമെന്ന് മുൻകൂട്ടി വ്യക്തമാക്കി കസേരകളിൽ പേരെഴുതി ഒട്ടിക്കണമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് 2020 ന്യൂസ്.